ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ അഖിലും ശ്യാമയും ജയന്തിയോട് പറയുന്നുണ്ട് കാറ് വാങ്ങണമെന്ന്, കാറ് വാങ്ങിയാൽ എല്ലാവർക്കും കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് നന്നായി പോകട്ടെ, പിന്നീട് നമുക്ക് കാറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നു. അഖിൽ പറയുന്നുണ്ട് അതൊക്കെ അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് വിസ്മയും കൂട്ടി ഐശ്വര്യയും അരുന്ധതിയും ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുന്നു. ഡോക്ടർ വിസ്മയോട് ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന്. വിസ്മയ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശ്യാമയാണെന്ന്. ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് വിസ്മയ അല്ലേ എന്ന്. വിസ്മയ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശ്യാമയാണ്, വിസ്മയാണെങ്കിൽ കള്ളിയാണ്, അവൾ എന്റെ സൗണ്ട് ഉപയോഗിച്ച് പാട്ട് പാടിയതാണെന്നൊക്കെ പറയുന്നു. ഡോക്ടർ അപ്പോൾ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നടന്നതെന്നൊക്കെ. അരുന്ധതി നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഐശ്വര്യ പറയുന്നുണ്ട് അഖിലിനും ശ്യാമയ്ക്കും ഞങ്ങൾ ശരിക്കും പണി കൊടുക്കുന്നുണ്ട്, എന്തായാലും വിസ്മയുടെ അസുഖമൊക്കെ മാറട്ടെ എന്നൊക്കെ പറയുന്നു. ഡോക്ടർ അപ്പോൾ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് കൂടെ വന്നത് ആരാണെന്ന്. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു ഫ്രണ്ടാണെന്നൊക്കെ. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ കുട്ടിയുടെ സമനില തെറ്റിക്കുന്നതെന്നൊക്കെ. ഡോക്ടർ അരുന്ധതി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. മക്കൾക്കില്ലാത്ത കഴിവ് വേണമെന്ന് നിർബന്ധം പിടിക്കരുതെന്നൊക്കെ പറയുന്നു. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അവരെ വെറുതെ വിടണമെന്നൊക്കെ പറയുന്നുണ്ട്. വിസ്മയ്ക്ക് ഇത്രയും പ്രഷർ അടിച്ചേൽപ്പിച്ചത് നിങ്ങൾ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയ തെറ്റായി പോയെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കുറ്റപ്പെടുത്തുന്നു. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് മരുന്ന് കൊടുക്കുക, അതുപോലെ കൗൺസിലിങ്ങും ചെയ്യാം, അതിനുശേഷം വിസ്മയ ശരിയായി വരുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. ഡോക്ടറിനെ കണ്ടിട്ട് വെളിയിൽ വന്നതിന് ശേഷം ഐശ്വര്യ അരുന്ധതിയും പറയുന്നുണ്ട് ഡോക്ടറിന്റെ സംസാരമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. പെട്ടെന്ന് അവരെ മുന്നിലേക്ക് ഫിഷ് യാചിച്ച് ഒരു അമ്മയും കുറച്ച് കുട്ടികളും വരുന്നുണ്ട്. ആഹാരം കഴിച്ചില്ല, പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അരുന്ധതി അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് പൈസ കൊടുത്തതെന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ആ ഫിഷ യാചിക്കാൻ വന്നവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, അവരെ ഒന്നും കുട്ടികളല്ല എന്ന് പറയുന്നു. ആ പൈസ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് അവരുടെ തലവന്റെ കയ്യിലാണ്, അയാളാണ് ഇതിനെയൊക്കെ നോക്കുന്നതെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ശ്രീകുട്ടിയും ഇവരെ ഏൽപ്പിച്ചാൽ മതി, ഈ നാടോടികളാണെങ്കിൽ ശ്രീകുട്ടിയും കൊണ്ടുപോയി എന്ത് വേണമെങ്കിലും ചെയ്തോളുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്കും സന്തോഷമാകുന്നുണ്ട്, അത് നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അഖിലും ബിസിനസ് ടൂറിന് പോകാൻ ഇറങ്ങുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കാറിൽ കയറുന്നു. അതിനുശേഷം ശ്യാമയും അഖിലും ഒരുപാട് സന്തോഷത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ശ്രീകുട്ടിയുമാണ്. ശ്രീകുട്ടി അരുണിനോട് പറയുന്നുണ്ട് അങ്കിളിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, എൻ്റെ അമ്മ ജാസ്മിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, പർദ്ദയിട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ പറയുന്നു. ആരോടും ഈ രഹസ്യം പറയരുതെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട് മോളും അമ്മയെക്കുറിച്ച് ആരോടും പറയരുത്, ഞാൻ അമ്മയെ കാണാനുള്ള അവസരം ഒരുക്കാമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ അഭിരാമിയാണെങ്കിൽ അരുണിനെ വിളിക്കുന്നുണ്ട്. അരുണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ കാണണമെന്ന്. അരുൺ അപ്പോൾ പറയുന്നുണ്ട് മോളും ഇപ്പോൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, എന്തായാലും ഇന്ന് രാത്രി 11 മണിക്ക് വീടിന്റെ ഗേറ്റിന്റെ അവിടേക്ക് വരാനെന്ന് പറയുന്നു. അഭിരാമിയാണെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അതിനുശേഷം അരുന്ധതി ഐശ്വര്യ വിളിക്കുന്നു. ഐശ്വര്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ നാടോടികളുമായിട്ട് ഞാൻ സംസാരിച്ചു, ആ മുരുകനും കൂട്ടരും ഇന്ന് രാത്രി 11 മണിക്ക് അവിടെ വരും ശ്രീകുട്ടിയെ കൊണ്ടുപോകാനെന്ന് പറയുന്നു. ഐശ്വര്യ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ എന്നൊക്കെ. അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും വരും, ഐശ്വര്യ എങ്ങനെയെങ്കിലും ഗേറ്റ് വരെ എത്തിച്ചു കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു. ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാ, എങ്കിലും ഞാനത് ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അഖിലിനെയുമാണ്. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നുണ്ട്. ശ്യാമയെ കണ്ടിട്ട് അവിടെയുള്ളവരെല്ലാം ശ്യാമയുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അഖിലിനും ഒരുപാട് സന്തോഷമാകുന്നു. ആ കടയിലുള്ള ഒരു ചേച്ചിയാണെങ്കിൽ ശ്യാമയ്ക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ശ്യാമയെ തിരിച്ചറിഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്